പാറമേക്കാവിന് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന പാലക്കാട് മുതലമടയിൽ അനധികൃത പടക്കശേഖരം കണ്ടെത്തി. പോലീസും റവന്യൂ വകുപ്പും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് 500 കിലോയിലധികം അനധികൃത പടക്കശേഖരം കണ്ടെത്തിയത്. ലൈസൻസ് ബിനോയ്ക്കെതിരെ നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ. തൃശൂർ മുണ്ടത്തിക്കോട് അപകടത്തിന് പിന്നാലെ മുതലമട വെള്ളാരംകടവിലെ പടക്ക നിർമ്മാണശാലയ്ക്ക് ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. പടക്ക നിർമ്മാണശാലയിലുണ്ടായിരുന്ന വെടിക്കെട്ട് സാമഗ്രികൾ പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റുകയും പടക്ക നിർമ്മാണശാല സീൽ ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്ന് കളക്ടറുടെ നിർദ്ദേശപ്രകാരം പോലീസും റവന്യൂ അധികൃതരും നടത്തിയ പരിശോധനയിലാണ് അനധികൃത പടക്കശേഖരം കണ്ടെത്തിയത്. 50 കിലോ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കാൻ മാത്രമാണ് ബിനോയ്ക്ക് ലൈസൻസ് ഉള്ളത്. എന്നാൽ 500 കിലോ വെടിക്കെട്ട് സാമഗ്രികളാണ് ബിനോയുടെ പടക്ക നിർമ്മാണശാലയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബിനോയ്ക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വരും ദിവസങ്ങളിൽ പ്രദേശത്ത് കൂടുതൽ പരിശോധനകൾ നടത്തും. കോടതിയുടെ അനുമതിയോടെ വെടിമരുന്ന് നിർവീര്യമാക്കാൻ നടപടിയുണ്ടാകുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. തൃശൂർ വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിൽ വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന മുഴുവൻ പ്രദേശങ്ങളിലും പരിശോധനയുണ്ടാകുമെന്നും കളക്ടർ അറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.